നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ച് പറയാമെന്നുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം ചില ഇൻഫ്ലുവൻസേഴ്സിനുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ദിയ കൃഷ്ണയുടെ പരാമർശം നമുക്ക് മനസ്സിലാക്കാം. അതായത് സ്വന്തം അമ്മയെ എന്തുകൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നില്ല എന്നുള്ള ചില ഫോളോവേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ദിയ നൽകുന്ന മറുപടിയാണ് വിഷയം. ദിയയ്ക്ക് കൂടെ ഇതായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളുമുണ്ട്, എല്ലാ ഇഷ്ടങ്ങളുമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ദിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് അത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലൊരു പ്രതികരണം നടത്തുമ്പോൾ, അതായത് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തിനാണ്, അവർ ഈ വഴിയിൽ കൂടെ പോകുന്ന സ്ത്രീകളെയെല്ലാം അമ്മ എന്ന് വിളിക്കുന്നത് തരത്തിലാകുമല്ലോ എന്നുള്ള രീതിയിലാണ് ദിയ പറഞ്ഞു വെക്കുന്നത്. ദിയയുടെ ഭർത്താവിൻ്റെ അമ്മയെ അങ്ങനെ വിളിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഓക്കെയാണ്, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ വിളിക്കുന്നവരൊക്കെ തന്നെ തെറ്റാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ കുടുംബത്തിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിരിക്കുകയാണ്. ഭർത്താവായ അശ്വിൻ്റെ അമ്മയെ ദിയ എന്തിനാണ് അശ്വിൻ്റെ അമ്മ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അമ്മയെ അമ്മ എന്ന് വിളിച്ചൂടെ എന്ന് ദിയയോട് ആരൊക്കെയോ ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകളായിട്ട് ചോദിക്കുകയായിരുന്നു. ആ കമൻറ്റ് കൃത്യമായി ദിയ കാണുന്നു, അതിന് മറുപടി ദിയ കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചത്. തൻ്റെ വ്ളോഗിലൂടെ, അതായത് മദേഴ്സ് ഡേയിൽ അമ്മമാരുടെ ദിനത്തിൽ നൽകിയ വ്ളോഗിലൂടെയാണ് ദിയ ഇതിന് മറുപടി നൽകുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും സ്ഥിരം ചോദിക്കുന്നതാണ് എന്താണ് അശ്വിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത് എന്ന്. അമ്മ എന്ന് വിളിച്ചൂടെ എന്നാണ് ചോദ്യം. ഞാൻ അശ്വിൻ്റെ അമ്മയെന്നോ ആൻറ്റി എന്നോ വിളിക്കുന്നതിൽ അവർക്കൊരു കുഴപ്പവുമില്ല, അവർക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാളുണ്ട്, സിന്ധു കൃഷ്ണകുമാർ. അവരല്ലാതെ വഴിയിൽ കാണുന്ന എല്ലാവരെയും അമ്മ അച്ഛ എന്ന് വിളിക്കാൻ എനിക്കാകില്ല. എൻ്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. അശ്വിൻ്റെ അമ്മയാണ് മീനാക്ഷി, അച്ഛൻ ഗണേഷും. അശ്വിൻ ഒരിക്കലും എൻ്റെ അമ്മയെയും അച്ഛനെയും അങ്ങനെ വിളിക്കില്ല, ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കാറ്. അല്ലാതെ വിളിച്ചാൽ തനിക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും വിളിക്കാൻ തനിക്ക് ഭ്രാന്താണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അശ്വിൻ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നത് ആരും ചോദ്യം ചെയ്തിട്ടില്ല. നാളെ ഓമി കല്യാണം കഴിച്ച് ഭാര്യയുടെ അമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആകുമെന്ന് ദിയ പറയുന്നു. എനിക്ക് അവൻ എന്നെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതി എന്നാണ് ദിയയുടെ തീരുമാനം. മദേഴ്സ് ഡേയിൽ അശ്വിൻ്റെ കുടുംബത്തോടൊപ്പമുള്ള ഒരു വീഡിയോ ദിയ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതേ വീഡിയോയ്ക്ക് താഴെ സമാനമായ വിമർശനങ്ങളും ചിലർ ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദിയയുടെ ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ് എങ്കിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ മോശമായി തോന്നുന്ന ദിയയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപ്പൂപ്പൻ എന്ന് കുഞ്ഞു വിളിക്കുന്നതിൽ തെറ്റില്ലേ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വിഷയം വിവാദമായതോടുകൂടെ ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. മോദി ഏത് വകയിലാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അപ്പൂപ്പനായത് എന്ന് ഒന്ന് വ്യക്തമാക്കാമോ എന്നതുള്ളതാണ് ചോദ്യം. 101 മില്യൺ ഫോളോവേഴ്സുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് ഓമി പ്രധാനമന്ത്രിയെ അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നതിൽ കുറ്റബോധമോ തെറ്റോ ഇല്ലാത്തതിൻ്റെ കാരണം വ്യക്തമാണ് എന്നും മറ്റു ചിലർ മറുപടിയായിട്ട് കുറിക്കുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ദിയയ്ക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. ആ കമൻറ്റിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്: ആ വഴിയിൽ നിൽക്കുന്ന സ്ത്രീ പ്രസവിച്ച മോനാണ് അശ്വിൻ, അതാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ്, അത് മറക്കരുതെന്നാണ് ചിലർ കുറിക്കുന്നത്. മറ്റു ചിലർ കുറേ വിവരമില്ലാത്ത മലയാളികളാണ് ഇവരെ പോലെയുള്ളവരെയൊക്കെ വളർത്തിയിരുന്നതെന്നും എന്ത് മോട്ടിവേഷനാണ് ഈ കുടുംബം ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്നും ചോദിക്കുന്നു. മദേഴ്സ് ഡേ ബ്ലോഗിൽ കൂടി ഒരാൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റില്ലാത്തൊരു മെസ്സേജാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റു ചിലർ കുറിക്കുന്നത്. കഷ്ടം. ഭർത്താവിൻ്റെ അച്ഛനെയൊക്കെ എന്ത് വിളിക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെങ്കിലും അത് ഇത്തരത്തിൽ വിളിക്കുന്നത് മോശമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്നും ചിലർ കുറിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയം അത്ര നിസാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ചിലർ പറയുന്നുണ്ട്. ദിയ, നിങ്ങൾ അശ്വിൻ്റെ അമ്മയെ ആൻറ്റി എന്നോ പേരോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ വഴിയിൽ പോകുന്നവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് മോശമായി പോയതെന്നാണ് ചിലർ പറയുന്നത്. നിനക്ക് അവർ ഒരു വഴിയിൽ പോകുന്ന സ്ത്രീയെ മാത്രമായിട്ടാണോ തോന്നുന്നത് എന്ന് ചിലർ ചോദിക്കുന്നു.
കല്യാണത്തിന് മുന്നേ അശ്വിൻ്റെ അമ്മയെ മീനമ്മ എന്ന് വിളിച്ച് വ്ളോഗ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ മീനമ്മ എന്ന് വിളിച്ചത് അർത്ഥം മാറിയിട്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വിവരക്കേട് പറയാനുള്ള കാരണം എന്തിനാണ്? വ്യൂസ് കൂട്ടാനാണോ എന്നും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ, നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരോടും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെയൊക്കെ അഭിപ്രായത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അമ്മയുടെ അല്ലെങ്കിൽ അത്യാവശ്യം പ്രായം തോന്നുന്ന ഒരാളാണെങ്കിൽ അവരെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് പതിവ്. അതിപ്പോൾ വഴിയിൽ പോകുന്നവരാണെങ്കിൽ പോലും അവരെ അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. അവരെൻ്റെ അമ്മയല്ല എങ്കിൽ പോലും മറ്റൊരാളുടെ അമ്മയായിരിക്കും എന്നത് ഉറപ്പാണ്. അത് ഉറപ്പല്ലെങ്കിൽ പോലും, അമ്മയല്ലെങ്കിൽ പോലും അവരെ അങ്ങനെ വിളിക്കുന്നതിലാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നത്. പൊതുവേ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനർത്ഥം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു അമ്മ എന്നുള്ള പ്രയോഗത്തിനെ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ അവർ തൻ്റെ സ്വന്തം അമ്മയാണ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നതെന്നല്ല. അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിനുള്ള വാല്യൂ, അതാണ് ആ ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ ബന്ധുക്കൾ പോലും ആകണമെന്നില്ല. പലപ്പോഴും ആരെന്ന് പേര് പോലും അറിയാത്ത ആളുകളെയൊക്കെ നമ്മൾ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാറുണ്ട് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിളിക്കുന്നവരെയാണ് ദിയ നേരിട്ടല്ല എങ്കിൽ പോലും ഇത്തരം പരാമർശത്തിലൂടെ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ, അതായത് കൃഷ്ണകുമാറിൻ്റെ BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ കൃഷ്ണ പലപ്പോഴും ഇത്തരത്തിൽ വിവാദങ്ങളിൽ സ്വന്തം വാക്കുപിഴ കൊണ്ട് വിവാദത്തിലാകുന്നത് പതിവാണ്. തൻ്റെ സ്വഭാവ രീതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇത്തരത്തിൽ വിവാദമായാൽ പോലും ദിയ മാറ്റാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. എപ്പോഴും തുറന്നു പറയുക എന്നുള്ളതാണ് ദിയയുടെ പൊതുവെയുള്ളൊരു സംസാര രീതി. ഇതാണ് പലപ്പോഴും ദിയയ്ക്ക് വിനയായി മാറുന്നത്. എന്തായാലും വ്ളോഗിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ദിയയുടെ മറ്റു ചില പരാമർശങ്ങൾ കൂടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ റെഡിറ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വംശീയ അധിക്ഷേപ പരാമർശം കൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചേർന്ന് ചർച്ചയാകുന്നു. സുഹൃത്തായിട്ടുള്ള അഞ്ജലിക്ക് ദിയ സമ്മാനം വാങ്ങി നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ആ വിഷയം. ഡയമണ്ട് ലോക്കറ്റാണ് ദിയ നൽകിയത്. അഞ്ജലിക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് ദിയയ്ക്ക് ഉറപ്പില്ല. ഇക്കാര്യം അഞ്ജലിയോട് തന്നെ പറയുന്നു. പാണ്ഡി സാധനം വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് അഞ്ജലിയുടെ മനസ്സിൽ കൂടെ പോകുമെന്നാണ് ദിയ ഇവിടെ പറയുന്നത്. പാണ്ഡി എന്ന പ്രയോഗം അടുത്ത കാലത്തായി തമിഴരെ കളിയാക്കുന്ന തരത്തിലാണ് ഉപയോഗിച്ചു വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ്നാട്ടുകാരനാണ്. അശ്വിനെയും കുടുംബത്തെയും പരിഹസിച്ചതിന് തുല്യമല്ലേ ദിയയുടെ ഈ ഒരു വാക്കുപ്രയോഗം എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതേസമയം ദിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം നിരവധി ആളുകൾ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്നു. അക്കൂട്ടത്തിൽ ഫേസ്ബുക്ക് യൂസറായ സാന്ദ്ര പങ്കുവച്ച ഒരു കുറിപ്പും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. കാശ് കൊടുത്താൽ കിട്ടാത്ത പലതുമുണ്ടെന്നും ദിയയുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അവർ കുറിക്കുന്നു. കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അമ്മായി അമ്മയെ അമ്മ എന്നോ ആൻറ്റി എന്നോ പേരോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, അതൊക്കെ അവരവൻ്റെ ചോയ്സാണ്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വഴിയെ പോകുന്നവരെ ഒന്നും അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിനർഹതപ്പെട്ട ആൾ മരുതൻകുഴിയിൽ സിന്ധു കൃഷ്ണ മാത്രമാണ് എന്ന് പറയുമ്പോൾ, അച്ഛനെന്ന് വിളിക്കാൻ അർഹതപ്പെട്ടയാൾ കൃഷ്ണകുമാർ മാത്രമാണ് എന്ന് പറയുമ്പോൾ, അവിടെ അശ്വിൻ ഗണേഷിൻ്റെ ഫാമിലിക്ക് എന്ത് വിലയാണ് ദിയ കൃഷ്ണ കൊടുക്കുന്നത് എന്നുള്ളത് തോന്നിപ്പോകും. അതുമാത്രമല്ല, നാളെ എൻ്റെ മകൻ വലുതായി അവൻ കല്യാണം കഴിച്ചാൽ അവൻ്റെ ഭാര്യയുടെ അമ്മയെ അവൻ അമ്മയെന്ന് വിളിച്ചാൽ എനിക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. മീനമ്മ എന്ന് വിളിച്ച് ദിയ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആ അമ്മ മുഖത്ത് നോക്കി പറയുകയാണ്, നീ എന്നെ ഇനി ഇങ്ങനെ വിളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയയ്ക്ക് എങ്ങനെ തോന്നും? അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കേണ്ടുന്നത്. പിന്നെ ഞാൻ ആരെന്ന് കുട്ടിയോട് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ദിയയുടെ ഇത്തരം ആശയങ്ങളിലൂടെ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പശുവിനെ പോലും ഗോമാതാവ് എന്ന് വിളിക്കുന്ന ഇവർക്കൊക്കെ അമ്മായി അമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ ഈഗോ അടിക്കുമെന്ന് പറയുന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇതാണ് പറയുന്നത്, കാശ് കൊടുത്താൽ കിട്ടാത്ത പലതും നമുക്ക് ചുറ്റിലുമുണ്ടെന്നും. അതിലൊന്നാണ് വിവരം എന്നതായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കുറിച്ച കുറിപ്പിൽ പറഞ്ഞത്. അമ്മായി അമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ ഭാര്യ പെങ്ങൾ ആകും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം എന്നാണ് ദിയയെ പരിഹസിച്ച് മറ്റു ചിലർ പ്രതികരിക്കുന്നത്. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ സമയത്തെ ദിയയുടെ ചില വ്ളോഗുകളും പ്രേക്ഷകർ കുത്തിപ്പൊക്കി ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. കാരണം ആ വ്ളോഗുകളിലെല്ലാം അശ്വിൻ്റെ അമ്മയെ മീനമ്മ എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വീഡിയോകളാണതെല്ലാം. ഇപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യം ആളുകൾക്കിടയിൽ നിന്ന് ഉയരുന്നു. എല്ലാവരും സ്ഥിരം ചോദിക്കുന്നതാണ്, എന്താണ് അശ്വിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാത്തത് എന്ന്.
ഞാൻ അശ്വിൻ്റെ അമ്മയെന്നോ ആൻറ്റി എന്നോ വിളിക്കുന്നതിൽ അവർക്കൊരു കുഴപ്പവുമില്ല. അവർക്ക് വളരെ സന്തോഷം തന്നെയാണ്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴിയിൽ ഉള്ള സിന്ധു കൃഷ്ണ അവർ മതി എന്ന തരത്തിലായിരുന്നു ഇവരുടെ ദിയയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഓരോ തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ അവർക്ക് നൽകുന്ന വാല്യൂ, അവരെ നമ്മൾ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെയൊക്കെ ഒരു കണക്ക് പ്രയോഗം ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഇത്തരത്തിൽ വിളിക്കുന്നത്. പലപ്പോഴും ചിലരുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളെ അവർ സ്വയം അമ്മ എന്നും അച്ഛൻ എന്നും ഒക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ വിളിക്കുന്ന ആളുകളെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ. പ്രത്യേകിച്ച് ദിയയുടെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ പോലും പരിഹസിക്കുന്ന തരത്തിലാണ് ദിയയുടെ ഒരു പ്രതികരണം, ഈ ഒരു വാക്ക് പിഴ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതേസമയം കൃഷ്ണകുമാറിൻ്റെ ഇളയ മകളായിട്ടുള്ള ഹൻസികയെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വ്യൂ കൂട്ടാൻ വേണ്ടി ഹൻസു എന്ന് പറയുന്ന ഈ കുട്ടി 18+ ടൈപ്പ് വീഡിയോസുകൾ അല്ലെങ്കിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലാണ് വിമർശനങ്ങൾ നിലവിൽ സജീവമായി നിൽക്കുന്നത്. ഈ വിമർശനം ചർച്ചയാകാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഹൻസുവിൻ്റെതെന്ന് തോന്നുന്ന ഒരു പ്രത്യേക വീഡിയോ. ഈ വീഡിയോ വൈറലായതോടെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. വീഡിയോ ലീക്കായത് ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന്, അതിൽ മനഃപൂർവ്വം ലീക്കാക്കിച്ചതാണ് എന്നുള്ള റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും വരുന്നുമുണ്ട്. നേരത്തെ 315ഓളം സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ടായിരുന്ന ഹൻസികയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് പുതിയതായി എത്തിച്ചേർന്നതെന്നാണ് വിവരം. നിലവിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2777 കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 390 രൂപ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ നിരക്കിലാണ് ഹൻസു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ഈ കണക്ക് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപ, അത് ഒരു മാസം ഹൻസിക ഏകദേശം 10 ലക്ഷം രൂപ ഇത്തരത്തിൽ സമ്പാദിക്കുന്നുമുണ്ട്. നേരത്തെ 299 രൂപയായിരുന്ന സബ്സ്ക്രിപ്ഷൻ ഫീസ് വീഡിയോ തരംഗമായതോടുകൂടെയാണ് വർദ്ധിപ്പിച്ചത് എന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഹൻസികയ്ക്കും കുടുംബത്തിനുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം ഹൻസികയെ പിന്തുണച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്. പ്രചരിക്കുന്ന വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് ആണ് എന്നും അവരുടെ വാദങ്ങൾ നിലനിൽക്കുന്നു. താരത്തെ അപമാനിക്കാൻ ബോധപൂർവം ആരെങ്കിലും ചെയ്തതാകാമെന്നും അവർ ചൂണ്ടിക്കാട്ടി. വിവാദങ്ങളോട് ഹൻസിക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ 16 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഹൻസികയുടെ ഓരോ റീൽ വീഡിയോകളും ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നെസ്ലിൻ നായകനാകുന്ന ബാച്ചിലർ പാർട്ടി 2 എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ചുവടുവെക്കാനൊരുങ്ങുന്ന ഹൻസികയെ സംബന്ധിച്ച കരിയറിലെ ഈ പ്രധാന ഘട്ടത്തിൽ ഇത്തരം വിവാദങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതും ശ്രദ്ധേയമാണ്.